സുരേഷ് ഗോപി വീണ്ടും വീണ്ടും വിവാദങ്ങളിൽ നിറയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തത് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത തൃശ്ശൂരിലെ ജനങ്ങളോടുള്ള ഒരു കൊടിയ വഞ്ചനയായി മാത്രമേ എന്തായാലും വിലയിരുത്താൻ പറ്റുള്ളൂ. സിനിമാ ലൊക്കേഷൻ മാറുന്നത് പോലെ ഇങ്ങനെ താമസ സ്ഥലം മാറാൻ തുടങ്ങിയാൽ അത് നൽകുന്ന സന്ദേശം എന്താണെന്നതിന് BJP നേതൃത്വം മറുപടി എന്തായാലും നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ പരിശോധിച്ച് മറുപടി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. തൃശ്ശൂർ എടുത്ത സുരേഷ് ഗോപി അത് തിരുവനന്തപുരത്ത് വെച്ചോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിറയുന്നത്. ഈ വിവാദത്തിന് തുടക്കമിട്ടത് മുൻ മന്ത്രി VS സുനിൽകുമാറിന്റെ വാക്കുകളാണെങ്കിലും അതിപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെ തിരികൊളുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് ഉൾപ്പെടെ വടക്കൻ ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഉയർന്നൊരു വിവാദമായതിനാൽ തൃശ്ശൂരിലെ BJP ആണ് ഈ സംഭവം പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. തൃശ്ശൂരിന്റെ MP വഞ്ചിച്ചു എന്നൊരു വികാരമുയർത്തി നേട്ടമുണ്ടാക്കാൻ BJPയുടെ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുമ്പോൾ അവിടെ പകച്ചിരുന്നത് ആ പാർട്ടിയുടെ നേതൃത്വമാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ച ഒരു ആത്മവിശ്വാസത്തിൽ കോർപ്പറേഷനിൽ ഉൾപ്പെടെ ജില്ലയിൽ വ്യാപകമായി നേട്ടമുണ്ടാക്കുമെന്നൊരു കണക്കുകൂട്ടലിലാണ് BJP നേതൃത്വം മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ MPയുടെ വോട്ട് വിവാദം ചൂട് പിടിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും സകല കണക്കുകൂട്ടലും പിഴയ്ക്കുമോ എന്നൊരു ആശങ്കയിലാണ് BJP നേതൃത്വം ഉള്ളതെന്നാണ് ലഭിക്കുന്നൊരു വിവരം. ഇതെന്തായാലും സുരേഷ് ഗോപി കാണിച്ചത് വല്ലാത്ത പണിയായി പോയെന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏത് തെരഞ്ഞെടുപ്പായാലും ജനങ്ങൾ തെരഞ്ഞെടുത്ത മണ്ഡലത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി വോട്ട് ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ ഒരു സംശയവും തൃശ്ശൂരുകാർക്ക് എന്തായാലും ഉണ്ടാകുകയില്ല.